ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. കുറച്ച് കാലമായില്ലേ നമ്മൾ റീഡിംഗ് ചെയ്തിട്ട്, നമുക്കത് ക്ലെൻസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റീഡിംഗ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആ ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് നമുക്ക് തുടങ്ങാം. Universal, please guide me. We have the Devil card, okay? The Four of Swords, the King of Swords, Three of Swords, Moon card, Death Rebirth. Bottom of the deck, Six of Wands. ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അഡിക്ഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ആ ഒരു അഡിക്ഷൻ്റെ പുറത്ത് ആ ഒരു പേഴ്സൺ ഉറങ്ങാൻ പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് ആ ഒരു അഡിക്ഷൻ ഒരു മെമ്മറൈസ് ഉള്ള രീതിയിൽ, ഒരു മെമ്മറീസ്, നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറി വരിക. ആൾക്കാരുടെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സണെ ചീറ്റ് ചെയ്തു പോയി എന്നുള്ള രീതിയിലാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ഒരു നാർസിസ്റ്റിക് ബിഹേവിയറുള്ള വ്യക്തികളായിരിക്കാം. എന്ന് വെച്ചാൽ സ്വയം താല്പര്യങ്ങൾക്ക് കുറച്ചും കൂടി മുൻതൂക്കം കൊടുത്ത്, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയെ ഉപയോഗിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺസിനെയാണ് കോമൺ ആയിട്ട് നമ്മളങ്ങനെ പറയാറ്. അപ്പോൾ ഈ ഒരു റിലേഷനിൽ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് എന്ത് തന്നെ ടോക്സിക്കാണ്, എന്ത് തന്നെ അല്ലെങ്കിൽ എന്ത് തന്നെ സിറ്റുവേഷൻ നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരുന്നാലും ആ ഒരു പേഴ്സൺ നിങ്ങളെ വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. ആ ഒരു വെയിറ്റിങ്ങിന് ഒരു അർത്ഥമില്ല എന്ന് തോന്നുമ്പോൾ ആ ഒരു പേഴ്സണ് വളരെയധികം ദേഷ്യം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു രീതിയിൽ ഒരുപാട് ആൾക്കാർ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ എന്താണെന്ന് പോലും ആ ഒരു പേഴ്സൺ അറിയില്ല. കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണിന് കൊടുത്ത ആ ഒരു നല്ല മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പേഴ്സണെ ആ ഒരു പേഴ്സണായിട്ട് അംഗീകരിച്ച ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ത് തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണോട് ഒരു പോസസീവ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അതൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ഹേർട്ട് ബ്രേക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് വെയിറ്റിംഗ് എന്നുള്ളതിനേക്കാൾ കൂടുതലൊരു ദേഷ്യമാണ്. ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ച പോലുള്ള ഒരു റെസ്പോണ്ടോ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജോ ഒന്നും നിങ്ങളിൽ നിന്നും കുറേ ആൾക്കാരെ സംബന്ധിച്ച് വരുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നിങ്ങളൊരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ആ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യുകയാണോ, അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാനുള്ള ഒരു ടെൻഡൻസി ആ ഒരു പേഴ്സൺ ഈ ഒരു ടൈം ഉള്ളതായിട്ട് നമുക്കിവിടെ വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വളരെയധികം ഉറക്കമില്ലാത്ത അവസ്ഥ, അത് ആ ഒരു പേഴ്സണായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ വളരെ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ പിടിവാശി വിജയിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്താണ് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് അല്ലേ. എപ്പോഴും ഒരാൾ മാത്രം ഒരു വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിനൊരു സ്നേഹം എന്നുള്ള രീതിയിലേക്ക് പറയാൻ പറ്റുമോ? പരസ്പരം തെറ്റുകൾ ഉണ്ടാകും, പക്ഷേ ആ തെറ്റുകൾ അനുസരിച്ച് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ആ ഒരു തെറ്റ് ആവർത്തിക്കാതെ അല്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ വന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സംസാരിക്കാത്ത സമയത്ത് ആ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനിപ്പം വളരെയധികം നിങ്ങൾ ആ ഒരു പേഴ്സണെ കേട്ട് നിന്നിട്ടുണ്ടാകാം, മനസ്സിലാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ ഒരു പേഴ്സണൊരു ഹോം, ഒരു വീട് അല്ലെങ്കിൽ വീട്ടുകാർ എന്നുള്ളത് പോലത്തുള്ളൊരു ഫീലിംഗ് ഒക്കെ നിങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോകെ പോകെ ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ ഒരു പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ആ ഒരു പേഴ്സൻ്റെ അപ്പോഴത്തെ എന്താണ് മിസ്സിങ് ഫീലിംഗ് കൊണ്ട് വരാനുള്ള പോസിബിലിറ്റീസാണ് കാണിക്കുന്നത്. നമുക്കിനി നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷേ കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞൊരു ജെന്യൂൻ ആയിട്ടല്ല അത് കാണിക്കുന്നത്. ആ ഒരു പേഴ്സൻ്റെ അപ്പോഴത്തെ ആ ഒരു ഒന്നും ആരും ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നിങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അങ്ങോട്ട് നിങ്ങൾ വേണം, അപ്പം നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച്.
പക്ഷേ ഇവിടെ കൂടുതലായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്ത സ്നേഹം അതൊക്കെ ആ ഒരു വ്യക്തി ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൻ്റെ മൈൻഡ്. Ace of Sword, okay. The Seven of Sword, Ace of Sword, the Sword's energy, okay. The Ten of Sword, the Five of Pentacle, all these are clarified by the Lover's Justice. ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം മറച്ചു വയ്ക്കുന്നതാണ്, മാക്സിമം മറച്ചു വയ്ക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് വളരെയധികം ലിയോ, സാജിറ്റേറിയസ്, അക്യൂറിയസ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടൊരു പുതിയൊരു ബിഗിനിങ് അല്ലെങ്കിൽ പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ അല്ലെങ്കിൽ പേടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ ആ ഒരു പേഴ്സൺ മനഃപൂർവ്വം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, പക്ഷേ ആ ഒരു പേഴ്സൺ മനഃപൂർവ്വമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് എന്നുള്ളത് ആ ഒരു പേഴ്സണും അറിയാം, നിങ്ങൾക്കും അറിയാം. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ ഒരുപാട് കള്ളങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും പല കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളോട് ഇപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി ആ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണ് ഒറ്റപ്പെട്ട് നിന്നാലും നിങ്ങൾ ഒരിക്കലും ഇനി ആ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു പഴയ നിങ്ങളിലേക്ക് പെട്ടെന്നങ്ങ് മാറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഒരു സ്നേഹം ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ അതൊരിക്കലും നിങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളോ അറിയരുത് എന്നാഗ്രഹിക്കുകയാണ്. ഇവിടെ ആ ഒരു പേഴ്സൺ ജെന്യൂൻലി നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ പലരെയും പല സിറ്റുവേഷനും പല സാഹചര്യങ്ങളെയും പേടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ആ ഒരു പേഴ്സൺ വിചാരിച്ചാൽ വരാൻ പറ്റുന്ന സാഹചര്യമേ നിങ്ങളുടെ ഇടയിലുള്ളൂ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇടയിലേ ഉള്ളൂ. പക്ഷേ മനഃപൂർവ്വം ആ ഒരു നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അത് നിങ്ങളൊരിക്കലും അറിയരുത് എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേഴ്സൺ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഒരു ക്യാരക്ടറായിട്ടാണ് അല്ലെങ്കിൽ ഉള്ളത്. അത് മേ ബി ആ ഒരു പേഴ്സണിന് അറിയാം, ആ ഒരു പേഴ്സണായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രശ്നമാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു എനർജി പ്രകാരം ഒറ്റപ്പെട്ടിരുന്നാലും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ പരിഹരിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ വേറെ വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ പോലെ അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടാകാം എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. തീർച്ചയായിട്ടും അവർക്കൊരു തോന്നിച്ചുണ്ട്, ചിന്തയൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഒരു ടൈം അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുള്ള രീതിയിൽ. We have the Ace of Wands, the Seven of Swords, the Page of Pentacles. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ മുന്നിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യരുതെന്നോ അല്ലെങ്കിൽ വേണ്ട, അത് നിങ്ങളുടെ നല്ലതിനല്ല അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിയോട് ഒരുപാട് തവണ ഒരു വാണിംഗ് പോലെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അന്ന് ആ ഒരു പേഴ്സൺ വളരെയധികം ഒരു തമാശയോടെ ഒരു കാര്യബോധമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഇപ്പം അതിനെക്കുറിച്ച് ഖേദിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് ഞാൻ എടുത്തുപോയ ഒരു തീരുമാനം തെറ്റാണ് അല്ലെങ്കിൽ അതിനെ ഓർത്ത് ഞാൻ വളരെ വിഷമിക്കുകയാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കരുത്. ഇതാണ് കാണിക്കുന്ന സിറ്റുവേഷൻ. കാരണം നിങ്ങളോടുള്ള സ്നേഹം
ഒളിപ്പിച്ച് വയ്ക്കുകയാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ അറിയരുത്. ഇവിടെ നിങ്ങൾ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഒരുപാട് നെഗറ്റീവായിട്ട് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നും നിങ്ങളാണ് കള്ളം പറഞ്ഞതെന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ടൊക്കെ എടുത്ത് പിടിച്ചു നിർത്തിയത് അവരൊക്കെയാണ്, അല്ലെങ്കിൽ അവരാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തിയായിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ മുമ്പിലൊരു സിമ്പതി പിടിച്ച് പറ്റാൻ ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട്. അതിൽ ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അതിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് തന്നെ സിറ്റുവേഷനിലും ആ ഒരു പേഴ്സൺ തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ്. അല്ലെങ്കിൽ എത്ര തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും എത്ര തന്നെ വ്യക്തി തേർഡ് പാർട്ടി ആയിട്ടുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഒരു കണ്ണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ സ്റ്റോക്കറായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്ന ഒരു പേഴ്സണ് അറിയാനുള്ള ഒരു ആകാംക്ഷ. വി ഹാവ് ദ ഇന്നർ വോയിസ്. ഓക്കെ, ദ അവേക്കനിങ്, ബിക്കം കോൺഷ്യസ് ഓഫ് ദ സോൾ ലൈറ്റ്. ഓക്കെ, വാരിയർ ഓഫ് ദ ലൈറ്റ് യു ക്യാൻ ഡു ഈസ് യു ഹോൾഡ് ദ കീ എന്നുള്ള കാർഡാണ്. ഓക്കെ, നമുക്കിത് ഓരോന്നും ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ദ ഇന്നർ വോയിസ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒരു ഇൻറ്റ്യൂഷൻ പോലെ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അതിനിപ്പം ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ എത്ര അറിയണ്ടെന്ന് വിചാരിച്ചാലും ചിലർക്ക് ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ അറിയാതെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് അറിയാനുള്ള ഒരു പോസിബിലിറ്റീസ് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, വി ഹാവ് ദ നൈറ്റ് ഓഫ് കപ്സ്, ദ 6 ഓഫ് കപ്സ്. ഓക്കെ, 6 of Wands, 8 of Cups, the Hierophant card, the Moon card. Okay, the Death Rebirth, the 5 of Pentacles, Ace of Swords. Okay, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നയിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ദ ഇന്നർ വോയിസ് എന്ന് പറയുന്ന ഒരു കാർഡ് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത് ദ നൈറ്റ് ഓഫ് കപ്പും ദ 6 ഓഫ് കപ്പുമാണ്. ഈ രണ്ട് കാർഡും അതുപോലെ തന്നെ ഈ ഒറാക്കിളും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ ആരാണോ ഫേക്ക്, ആരാണ് അല്ലെങ്കിൽ സത്യം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യം നിങ്ങളെല്ലാവരെയും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു രീതിയിലും അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് കാണിക്കുന്നത്. വളരെ ഇൻറ്റ്യൂഷൻ പവർഫുള്ളായിട്ട് മാറുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഒരു കാർഡ് നമ്മുടെ മുന്നിൽ എത്തിയത്. ഓക്കെ, ഇവിടെ പറയാനുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കുറിച്ചുള്ളൊരു മെമ്മറീസൊക്കെ വരുന്നുണ്ടാകാം. ബട്ട് നിങ്ങൾ സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ഇന്നർ വോയിസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് തോന്നുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇൻറ്റ്യൂഷൻ പോലെ, അല്ലെങ്കിൽ അത് നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ, നിങ്ങൾ ത്രൂ ഔട്ടായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. മറ്റുള്ള ജേണിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനസ്സമാധാനത്തിന്, നിങ്ങളുടെ സന്തോഷത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് കാർഡ് അവൈക്കനിങ് കാർഡാണ്. അതായത് ബിക്കമിങ് കോൺഷ്യസ് ഓഫ് ദ സോൾ ഇൻഫിനിറ്റ് ലൈറ്റ്. സിമിലർ കാർഡാണ്, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനിങ് ആണ്. നിങ്ങളുടെ സോളിൽ ഒരു അവൈക്കനിങ് പോലെ, ഒരു പാസ്റ്റിലേക്ക് ചില ആൾക്കാർക്ക് പോകുമ്പോൾ തന്നെ ഒരു ട്രോമ പോലെ, ഒരു പേടി പോലെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന സാഹചര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനത്തെ ബാധിക്കുന്ന എന്ത് തന്നെ സിറ്റുവേഷൻ, അതിപ്പോൾ പേഴ്സൺ ആണെങ്കിലും ഒരു സാഹചര്യമാണെങ്കോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്തു പോകാൻ നിങ്ങൾക്ക് തയ്യാറാണ്. ചിലർക്കത് ഓർമ്മയാകാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ മാറ്റി മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സോള് അതിന് വേണ്ടി ഗൈഡ് ചെയ്യുന്നു, ഇൻറ്റ്യൂഷൻ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ്. ഒരുപാട് പേർക്ക് പാസ്റ്റിൽ ഒരു ലെറ്റ് ഗോ ചെയ്തു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ പോകെ പോകെ നിങ്ങളുടെ ലൈഫിൽ അത് പാസ്റ്റിലത്തേത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്ത സാഹചര്യങ്ങൾ മാറ്റി നിങ്ങൾക്ക് ലൈഫിലൊരു ക്ലാരിറ്റി ഉണ്ട്.
നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്ത് സിറ്റുവേഷനിൽ, ഈ ഒരു സാഹചര്യങ്ങൾ ആ ഒരു വ്യക്തി തിരിച്ചു വന്നാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം വീണ്ടും ആ ഒരു പേഴ്സൺ തിരിച്ചു പോകുമോ എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പറയാനുണ്ടെങ്കിൽ, ഓൺ ആൻഡ് ഓഫ് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെന്ന് പറയുന്നത് ഒരു ഫീലിങ്സ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ, മറ്റൊരാൾ ഹേർട്ട് ചെയ്യുക ഫീലിങ്സ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഒറ്റപ്പെടുത്തൽ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി സ്ട്രോങ് ആയിട്ട് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ്. ഒരു അവൈക്കനിങ് പോലെ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അത് മോശമല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകുന്നതിന് പകരം ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് അത് മൊത്തത്തിൽ അങ്ങ് നോക്കുക. അത് അല്ലെങ്കിൽ അതിൽ വലിയ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ പീസ്, നിങ്ങളുടെ സമാധാനത്തിന് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഇത് തേർഡ് ലൈറ്റ് എന്ന് പറയുന്നത് വാരിയർ ഓഫ് ലൈറ്റ് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ വളരെയധികം, അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മ പോലെ, ഒരു അൺകണ്ടീഷണൽ ലവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്കല്ല ആ ഒരു ഫീലിംഗ് എങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത്, ആ ഒരു പേഴ്സൺ മിസ്സിങ് ഫീലിംഗ്, ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ്, ഒരുപാട് ഓർമ്മകളുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വരുന്നതാണെങ്കിൽ ഒരിക്കലും അവസരം കൊടുക്കണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷേ വീണ്ടും നിങ്ങൾ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ സങ്കടപ്പെടുത്തി പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ സമാധാനവും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള വഴി ചൂസ് ചെയ്തത് മുന്നോട്ടുള്ള വഴി അല്ലെങ്കിൽ ഡയറക്ഷൻ എന്താണ് എന്നറിയാത്ത ഒരു സാഹചര്യത്തിലാവണം. കാരണം ഇതിലെനിക്കൊരു ക്ലാരിറ്റി വേണം, ഒരു കൺഫർമേഷൻ വേണം, എനിക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഭഗവാനെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ഡിവൈൻ എനർജീസിനോടാണെങ്കിലും അങ്ങനെയാണ് കാണിക്കുന്നത്. ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനുണ്ട്, ഇതിലൊരു ഫ്യൂച്ചർ വേണം എന്നുള്ള സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരു വെയിറ്റിംഗ് പോലെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്, ഒരു ടൈം പീരീഡ് എന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്ത് ഇത്രയും വെയിറ്റ് ചെയ്തില്ല, ഇനി കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേർക്ക് ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങളൊരു തീരുമാനമെടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുന്നതും ഒരു ക്ലാരിറ്റിയാണ്, ഒരു ഡിവൈൻ ഡയറക്ഷനാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അതൊരു ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്, ഡിവൈൻ എനർജീസ് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അടുത്തത് കാർഡ് എന്ന് പറഞ്ഞ് യു ക്യാൻ ഡു ദിസ് എന്നുള്ളൊരു കാർഡാണ്. യു ആർ സോ മച്ച് സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ. ഒറ്റപ്പെട്ടു പോയി, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്തേ ഉള്ളൂ, പക്ഷെ തിരിച്ച് എന്ന് പറയുന്നത് ഒരുപാട് ചതി, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കി, എൻ്റെ സ്നേഹം പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു. ഒരുപാട് വിഷമത്തോടെ സങ്കടത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യം. ബട്ട് ഈ ഒരു നേരം കടന്നു പോകും അല്ലേ? കാരണം ലൈഫാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഒരു മോശമായിട്ടുള്ള ഒരു കാലഘട്ടം അവസാനിച്ച് ഒരു പുതിയൊരു ബിഗിനിങ് ഫേസിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. അപ്പോൾ ഒരുപാട് യു ഹോൾഡ് ദ കീ എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു കീ എന്ന് പറയുന്നത്, ഒരു ടേണിംഗ് പോയിന്റ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഐദർ ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിൽ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവാം, കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ നിങ്ങളാണ് എടുക്കേണ്ടത്. കുഴപ്പമില്ല എന്ന് പറയുന്നത് ഓക്കെ അല്ല എന്ന് ഉദ്ദേശിച്ച് നമ്മൾ കംഫർട്ട് അല്ലാത്ത ഒരു സ്ഥലങ്ങളിൽ നിന്നും മാക്സിമം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. അതെന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ പീസിനും നമ്മുടെ സമാധാനത്തിനും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ടാണ് അല്ലേ? അപ്പം ഇവിടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. സോൾ ബ്ലൂ പ്രിൻറ്റ് ടു ട്വിൻ ഫ്ലെയിം റീയൂണിയൻ. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വില മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതായത് വേറൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ എന്ന് പറയുന്നത് അത്രയും റെയറായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ആ ഒരു പേഴ്സൺ വരുന്നു. നിങ്ങൾ നോക്കുക, 2 കീ ആണ്. ഈ ഒരു കീ ചൂസ് ചെയ്താൽ ആ ഒരു പേഴ്സണ് ഹാപ്പിനെസ് ചൂസ് ചെയ്യാം അല്ലേ? അപ്പം ഇവിടെയും നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്, ദ
ഇത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള 2 കാർഡ്സാണ്. അപ്പോൾ ഈ കീ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? നിങ്ങളാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ വളരെ സാഡായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ്സോടു കൂടി ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം. ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരിക്കലും പെട്ടെന്ന് പലർക്കും അത് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിൽ കൊണ്ടുവന്ന് തരുന്നത് യു ക്യാൻ ഡു ദീസ്, നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം സ്ട്രോങ്ങറാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ലവ് മെസ്സേജസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള മെസ്സേജസ്. മേക്ക് ദ എഫേർട്ട്. ഓക്കെ, കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചൊരു വെയിറ്റിംഗ് സൈനാണ് കാണിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് എന്നുള്ളത്. ഗോ അഹെഡ് ആൻഡ് മേക്ക് റൊമാൻറ്റിക് ജസ്റ്റേഴ്സ്, ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ്. ഓക്കെ, ഇവിടെ ഒരു പുതിയൊരു ബിഗിനിങ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വില മനസ്സിലാക്കി തിരിച്ചു വരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവരുടെ എഫേർട്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇടുന്ന അതേ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് പറയുന്നത്. അല്ലാത്തവരെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പ്രസ് യുവർ ലവ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉദ്ദേശിക്കുന്നത് ഗോ അഹെഡ്, മുന്നോട്ട് പോകൂ. കാരണം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ലൈഫിൽ ഒരുപാട് നിങ്ങൾ കാണാത്ത ഒരു മാറ്റങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിങ്ങൾക്ക് കണ്ടെന്ന് വരാം എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളതാണ്. അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ, ആ ഒരു പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പാസ്റ്റിലെ കാര്യം നിങ്ങളുടെ പ്രസൻ്റ് ആയിട്ടുള്ള ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു വിള്ളൽ പോലെ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്സ്. അതായത് ചില ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് വൈകിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ നിങ്ങളിപ്പോഴും ഹീലായിട്ടില്ല എന്ന് കാണിക്കുന്നതുകൊണ്ടാണ്. ചില സാഹചര്യങ്ങളിൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഒരു ഹീലിംഗ് ആവശ്യമാണ്. അത് നിങ്ങൾക്ക് കുറച്ച് അധികമാണെന്ന് തോന്നുന്നു. കാരണം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ചെയ്ത ആ ഒരു തെറ്റൊരിക്കലും നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്വീകരിക്കാൻ, വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളോട് ചതിച്ച ഒരാളെ അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനോർത്ത് വിഷമിക്കുന്നതിന് പകരം നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആക്കുക, നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് പോലെ ഒരു സമാധാനം കൊടുക്കുക എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്, മനസ്സൊരിക്കലും കൺഫ്യൂഷനായിട്ട് നിൽക്കരുത് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. നിങ്ങൾ പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹീലായാൽ മാത്രമേ ആ ഒരു പ്രസൻറ്റിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു ലവ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.